ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിങ്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ സിങ്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വീഡിയോ എടുക്കാനുള്ളതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു സിങ്കാണ്, ഒരു വെറൈറ്റി സിങ്കാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ സിങ്ക്. കാരണം പല ഓപ്ഷനുള്ളൊരു സിങ്കാണ്. ഇത് കുറച്ച് കാലമായി ഇറങ്ങിയിട്ട് നമ്മളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സിങ്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അതിനെക്കാട്ടിലും കുറച്ച് മോഡൽ വ്യത്യാസം വരുന്നൊരു സിങ്കാണ്. പിന്നെ അതുമല്ല, ഇത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം വരെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ സിങ്കിൽ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട്, അതായത് ഒരുപാട് മോഡലിൽ വരുന്നുണ്ട്. ചിലതിൽ നമുക്ക് കാണാൻ പറ്റും ബട്ടൺ ടൈപ്പ്, അതായത് ഇങ്ങനെ സെൻറ്ററിൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ വെള്ളം വരുന്ന ടൈപ്പ്. ഇത് മാനുവലാണ്, തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ വെള്ളം വരുള്ളൂ. അതേപോലെ തന്നെ ചില സിങ്കിൽ ഈ ഫിൽറ്റർ ടാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും ഓരോ മോഡലാണ്. ഇപ്പോൾ ഫിൽറ്റർ ടാപ്പ് ഉള്ള ടാപ്പാണ് സിങ്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഷാമ്പൂ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഷാമ്പൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡപ്പയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഷാമ്പൂ നിറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം അയക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. മോൾ ഭാഗത്ത് നിന്ന് തിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒഴിക്കാൻ പറ്റും. അതേപോലെ ഇതിന് രണ്ട് സൈഡിൽ ഹോൾ കൊടുത്തിട്ടുണ്ടാവും, രണ്ട് കോർണറിൽ ഹോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് ഭാഗത്താണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാമ്പു നിറക്കുന്ന ഭാഗം നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിലാണ് വെക്കുന്നത്. അത് ടാപ്പ് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത്, ആ ടാപ്പിൻ്റെ കൺട്രോൾ ചെയ്യുന്ന നോബിൻ്റെ തൊട്ടപ്പുറത്താണ് അത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വെക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഗ്ലാസ് കഴുകാനുള്ള സംഭവം വരുന്നുണ്ട്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് അമർത്തി കഴിഞ്ഞാൽ ഗ്ലാസ്സിലേക്ക് വെള്ളം തെറിച്ചിട്ട് അത് കഴുകി വൃത്തിയാവും കേട്ടോ. അത് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ ഈ കാണുന്നൊരു വെയിറ്റ് ബാലൻസ് ആണ്, അതായത് നമ്മൾ ഈ കണക്ഷൻ ട്യൂബിൽ സെൻറ്ററിൽ വെക്കേണ്ട ഒരു സാധനമാണ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മോൾ ഭാഗത്ത് ടാപ്പിലേക്ക് വലിച്ചു വിടാൻ വേണ്ടി കഴുകാനൊക്കെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാലൻസ് ചെയ്യേണ്ടത്. അത് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു കുറച്ച് ഇറക്കിയിട്ടാണ് വെക്കേണ്ടത്. അതിന് ബാലൻസ് നോക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ. അതേപോലെ തന്നെ ഈ ടാപ്പിൻ്റെ നോബ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കണക്ഷൻ ട്യൂബാണ് കമ്പനി കൊടുക്കുക. അതിൽ ബ്ലാക്ക് ഉണ്ട്, 2 കളർ കോഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഒന്ന് ഹോട്ട് വാട്ടറും ഒന്ന് കോൾഡ് വാട്ടറും. സെൻറ്ററിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കൺട്രോൾ ചെയ്യാനുള്ള ട്യൂബിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ചെറുതായിട്ട് ടഫ്ലോൺ ടാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇടരുത്, ചെറിയ ലെവലിൽ. ടഫ്ലോൺ ടാപ്പ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇനി ലീക്ക് എന്തെങ്കിലും വരണ്ട വെച്ചിട്ട് ചെറിയ ലെവലിൽ നമ്മൾ ടഫ്ലോൺ ടാപ്പ് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ വെച്ചിട്ടാണ് ഈ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട് വരുന്നത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അതിൽ വാഷറും ടഫ്ലോൺ ടാപ്പ് ഇട്ടുകൊണ്ട് ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാറിപ്പോകാൻ പാടില്ല. നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഹോട്ട് വാട്ടർ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതേപോലെ തന്നെ സെൻറ്ററിൽ വരുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ വരുന്നത് നമ്മൾ ഈ കാണുന്ന ഭാഗം നമ്മൾ ഈ ടാപ്പ് കൺട്രോൾ ചെയ്യണ തെർമോസ്റ്റാറ്റിക്കാണ് കൊണ്ടുപോകേണ്ടത്. തെർമോസ്റ്റാറ്റിക് പോലത്തെ സംഭവമാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് ടാപ്പ് കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത് കേട്ടോ. അപ്പോൾ അത് തിരിച്ചാലാണ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും വെള്ളം വരുന്ന സംഭവം ഇത് ഈ ട്യൂബ് കൂടിയാണ് വരുന്നത് കേട്ടോ. അതിലൊരു ക്ലിപ്പ് വരുന്നുണ്ട്, ആ ക്ലിപ്പാണ് നമ്മൾ അതിൽ മറ്റേൽ കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ഇത് വരുന്നുണ്ട്, ചില സ്റ്റീൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലാക്കാണ് ഇതിൻ്റെ കൂടെ അതിൻ്റെ അടപ്പ് വരുന്നത്. അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ആദ്യം നമ്മൾ ഈ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കണക്ഷൻ ട്യൂബ് കൊടുക്കാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ സിമ്പിളായിട്ട് തന്നെ ഈ കണക്ഷൻ ട്യൂബ് ഓരോന്ന് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഓരോ കണക്ഷൻ ട്യൂബ് ഓരോ ഉള്ളിലാക്കിയിട്ടാണ് ചെയ്തത് ഞാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ട്രാപ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ട്രാപ്പ് ഇല്ലാതെ കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം കേട്ടോ. ട്രാപ്പ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ട്രാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്, സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ ഈ ട്യൂബാണ് നമ്മൾ ഈ മറ്റേ സിങ്ക് ടാപ്പ് എന്ന് വരുന്ന ട്യൂബാണ് നമ്മൾ മറ്റേ ട്യൂബിലേക്ക് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സിങ്ക് ഫിറ്റ് ചെയ്തിട്ട് പിടിപ്പിക്കുന്ന ടാസ്ക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്ത് സിലിക്കോൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക ചെയ്ത്. അപ്പോൾ അത് സിങ്ക് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 1/5 ടാപ്പിൽ കൊടുക്കാനുള്ള ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ട്യൂബ് ഇല്ലേ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് അടിക്കുന്ന വെള്ളം നമ്മൾ അതിൽ കൊടുക്കാമെന്നുള്ള ലെവലാണ് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ട്യൂബാണ് നമ്മളെ മറ്റേ ഗ്ലാസ് കഴുകുന്ന ട്യൂബ്. ആ ഗ്ലാസ് കഴുകുന്ന നോബിൽ വെക്കാനുള്ളത്. അപ്പോൾ ഫൈനലായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ സിലിക്കോൺ വെച്ചിട്ട് നമ്മൾ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. കാരണം ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്ലാസ് കഴുകുന്നതിന് തുടങ്ങാം. ഗ്ലാസ് കഴുകുന്നത് അത്യാവശ്യം വെള്ളത്തിന് ഫ്ലോ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രഷർ പമ്പ് നിർബന്ധമായിട്ട് ഇതിന് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ പ്രഷർ പമ്പ് ഇല്ലാതെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നില വീടാണ്, അത്യാവശ്യം വെള്ളത്തിന് ഫ്ലോ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രഷർ പമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പ്രഷർ പമ്പ് ഉള്ള വീട്ടിലാണ് ഇത് ഏറ്റവും നല്ലത്. അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകുന്നത് വേസ്റ്റാണ്. ഒരു നിലയുള്ള വീട്ടിലൊന്നും ഇത് കൊണ്ടുപോയി വെക്കരുത് ആരും.
കാരണം അങ്ങനെ വെക്കണം താല്പര്യമുള്ളത് നിങ്ങൾ ചെറിയൊരു പ്രഷർ പമ്പ് വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോബാളം തുറന്ന് നോക്കാം. അപ്പോൾ ഈ സെൻറ്റർ കൂടി വീഴുന്ന വെള്ളം കണ്ടോ, നമുക്ക് ഈ പച്ചക്കറിയൊക്കെ നുറുക്കിയ സമയത്ത് നമുക്ക് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ അത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും, പച്ചക്കറിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിൽ വെച്ചിട്ടാണ് ഇത് തുറന്നു വിടുക. അത് തുറന്നു വിടുന്ന സമയത്ത് നമുക്ക് ഇത് ഈ സെൻറ്റർ കൂടി ഷവറിൽ വെള്ളം വരുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വരും. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമുക്ക് മുകളിലത്തെ സിങ്ക് ടാപ്പ്, അതായത് മുകളിൽ നിന്ന് വരുന്ന ടാപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളത്തിന് കുറച്ച് ഫ്ലോ കമ്മിയാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഷർ പമ്പ് ഇല്ലാത്ത കാരണം കൊണ്ടാണ്. എന്നാലും അത്യാവശ്യം ഫ്ലോ ഉണ്ട്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ഫ്ലോ ഉണ്ട്. 3 ഓപ്ഷനാണ് വരുന്നത് ഇതിൽ, അതായത് ഷവർ പോലെ, അതേപോലെ ജെറ്റ് പോലെ, പിന്നെ സെൻറ്റർ കൂടി മാത്രം, അങ്ങനെ വരുന്ന ടൈപ്പാണ് ഇതിലുള്ളത് കേട്ടോ. ഇത് നമുക്ക് വലിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും അത് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ച് വിട്ടാലും അത് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴുകണമെങ്കിലോ ഇതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ സിമ്പിളാണ് സംഭവം. തിരിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ അങ്ങോട്ടാകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. അതെന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിങ്കുള്ള ഭാഗത്ത് ഇത് എടുത്ത് മാറ്റിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ വർക്കും, അതായത് കംപ്ലീറ്റ് വർക്കും ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അധികം ലൈഫ് കിട്ടില്ല. ഇതിൻ്റെ സിങ്കൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ വരുന്ന സാധനങ്ങൾക്കൊന്നും നമുക്ക് ഗ്യാരണ്ടി ഇല്ല. സിങ്കൊക്കെ നല്ല തിക്നെസ്സുള്ള സിങ്ക് തന്നെയാണ്, പക്ഷേ അത് ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിലെടുത്ത് മാറ്റണം. അതിന് കംപ്ലീറ്റ് പെയർ പാർട്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 2 സിങ്ക് വരുന്നിടത്ത് നിങ്ങൾക്ക് റെഫ്യൂസ് ചെയ്യുന്നിടത്താണെങ്കിൽ അവിടെ ചെയ്തിട്ട് സാധാരണ മോഡുലാർ കിച്ചൺ ചെയ്യുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 9,500 അല്ലെങ്കിൽ 10 റുപ്യേൻ്റെ ആ റേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് പല റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, പലതും പല മോഡലായിരിക്കും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഒറ്റ ഫ്ലോറുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കൊണ്ടുപോയി വെക്കരുത്. അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ഭാഗത്തൊരു പ്രഷർ പമ്പ് വെക്കണം. 2 നില വീടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രഷറിൽ കിട്ടും. എന്നാലും നമ്മൾ ഈ സൈറ്റിൽ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷാമ്പു ഇത് തുറന്നിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ. പാത്രം കഴുകുന്ന ഷാമ്പു ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തുറന്നിട്ടാണ് ഒഴിക്കേണ്ടത്, അടിഭാഗത്ത് നിന്ന് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് വെച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ആരെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ആരീസ്.